സങ്കടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു സങ്കടപ്പെടണ്ട, നിങ്ങൾ സന്തോഷത്തോടെ താന്ന് നമുക്ക് ഇവരെ വളർത്തിയിട്ട് സന്തോഷത്തോടെ കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ലല്ലോ. നല്ല വിഷമമുണ്ട് ഇവരെ ആലോചിക്കുമ്പോൾ. ഇവൻ ഇതിൽ പൊടിയാണല്ലോ, അപ്പോൾ ഇവനൊന്ന് വില കുറച്ചതാന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇവൻ്റെയൊക്കെ ഒരു കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം, എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തൊരു. അപ്പോൾ ഞാൻ അപ്പൂവിനോട് പറഞ്ഞതാ, അപ്പൂവിന് സങ്കടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നോക്കാം. പെരുന്നാളിൻ്റെ ടൈം വരെ നിൽക്കുമ്പോഴും ഇവർക്ക് തീറ്റ ഇറക്കാനൊക്കെ നല്ലൊരു എമൗണ്ട് ഇപ്പോൾ ഇതാ തീറ്റയ്ക്ക് വേണ്ടി നമ്മൾ ഓർഡർ അടക്കം എടുത്തിരിക്കുക. തീറ്റ അവരിപ്പോൾ കൊണ്ടുവരികയും ചെയ്യും, പോത്തുകൾക്കും കൂടി ഉള്ളത് കൊണ്ടുവരും. ഞാൻ അപ്പൂവിനോട് പറഞ്ഞു വിഷമിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കണ്ടെന്നാണ് ഞാൻ അപ്പൂവിനോട് പറയുന്നത്. എന്താ അപ്പൂ വിഷമിച്ചിട്ടാണെങ്കിൽ വേണ്ടപ്പോൾ ഒന്നും വേണ്ട, അവർ നിന്നോട്ട്. നമുക്ക് കഷ്ടപ്പെടണം, നമ്മളിവരെ കൊടുത്താലും. ഒരു പശുവിനെ മേടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആഗ്രഹം. ഒരു പശുവിനെ കൊണ്ട് നമുക്ക് വരുമാനമൊന്നും മതിയാവില്ല. അപ്പോൾ ഒരെണ്ണം കൂടെ വാങ്ങിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. അവരുടെ മുഖമൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. ഫുൾ ടൈം എവിടെ പോയാലും കുറച്ച് നേരം വൈകി വന്നാൽ പോലും പിന്നെ മണിക്കൂറുകളോളം ഇവരുടെ കൂടെ നിന്ന് തീറ്റയും വെള്ളവും ഒക്കെ ഇട്ട് കൊടുത്ത് നിൽക്കും അവരെ നോക്കിയിട്ടും. അപ്പോൾ തൊഴുത്തിൽ പോയാൽ കുറേ സമയം എടുക്കും. എന്താ എത്ര സമയം ചോദിച്ചാൽ അപ്പൂ പറയും, ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇവന്മാരെയും നോക്കി അപ്പൂ പോത്തിനെ നോക്കിയിട്ട് കുറേ നേരം നിൽക്കും. എന്തോ ചോദിച്ചു കഴിഞ്ഞാൽ അവരത് കഴിക്കുന്നുണ്ടോ, അവരെന്താ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും. ഇവരെ അടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ, പറഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തല്ലുകയൊക്കെ ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പോയിട്ട് തലോടി കൊടുക്കലും അങ്ങനെയുള്ളൊരു ടൈപ്പാണ് അപ്പൂ ഇവരെ അഴിച്ചുകൊണ്ട് തീറ്റ കൊടുക്കണം. ആ ഉള്ള ഒരു ചാക്ക് ഫുള്ളും കൊടുക്ക്. എന്നാൽ തീറ്റക്കാരനെ വിളിച്ചിട്ട് അത് വേണ്ട പറയേ. അതിൻ്റെ പകരം പൊട്ടെടുക്കുന്ന അപ്പോൾ കരയിൽ നിൽക്കുമ്പോൾ എനിക്ക് സങ്കടവും പോവും. ഞാൻ അപ്പൂവിനോട് പറഞ്ഞു, അവർ കയ്യിൽ പൈസ നിർബന്ധിച്ച് വെക്കുമ്പോഴും ഞാൻ അപ്പൂവിനോട് പറഞ്ഞതാണ്. അപ്പൂവിൻ്റെ മനസ്സിൽ ഓക്കെ അല്ലെങ്കിൽ വേണ്ട എന്നുകൊണ്ട് ഞാൻ അപ്പൂവിനോട് പറഞ്ഞതാണ്. അപ്പോൾ പോത്തിനെ അഴിക്കുമ്പോൾ ചെക്കൻ അവിടെ ഉണ്ട്. അപ്പൂ ഇവരെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുക. കാരണം എപ്പോഴും രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് പണിയാണ്, ഇവന്മാരെ നോക്കൽ നല്ല പണിയാണ്. പശുവിൻ്റെ ഇടയിൽ നമുക്ക് താല്പര്യമൊന്നുമില്ല, പക്ഷെ നമ്മൾ കൊടുത്തു. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നമ്മൾ കൊടുക്കണം വേണ്ടിയിരുന്നപ്പോഴൊന്നും നമുക്ക് വിലയൊത്തുവന്നില്ല. അപ്പോൾ കുട്ടികളിനൊക്കെ നമ്മൾ അഴിച്ചുകൊണ്ട് കെട്ടി തീറ്റയൊക്കെ കൊടുത്തു കേട്ടാ. ഇവൻ എന്നെ കാണുമ്പോൾ ഈ കൊമ്പ് കൊണ്ട് കുലുക്കെങ്കിലും എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ അപ്പൂൻ്റെ അടുത്തൊന്നും ഇതുപോലെ കാണിക്കില്ല കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് കരച്ചിലാണ്, നല്ല വിഷമത്തിലാണ്. കാരണം ഇവന്മാരെയൊക്കെ അങ്ങനെ നമ്മൾ നോക്കിയതല്ലേ. അതുകൊണ്ട് തീറ്റയാണെങ്കിൽ ഗുണ്ടൻ തിന്നിട്ടേ ഇല്ല, കൊടുത്തത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഗുണ്ടു തീറ്റയൊന്നും തിന്നാണ്ട് ഇങ്ങനെ നടക്കുന്നു. നമുക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ യൂട്യൂബിൽ പറയാറുണ്ട്, നമ്മൾ പോത്തിൻ്റെയും പശുവിൻ്റെയും ഒക്കെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇവന്മാരെ 3 ആളെയും സെയിലാക്കിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതും. കാരണം ഇന്ന് തന്നെയാണ് കച്ചവടം. കച്ചവടം മുറിച്ചിട്ട് പോകാറില്ല, അതുപോലെ കച്ചവടം ഒക്കെ ആയിട്ട് അവർ പോയിട്ടുണ്ട്. ഇനി ബുധനാഴ്ച വന്നിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ പറഞ്ഞത്. ഇനി വേറിപ്പോയ 4 ദിവസം കൂടെ അവന്മാർ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മുടെ ഈ ചാനൽ തന്നെ തുടങ്ങിയത് പോത്ത് ജീവിതം പറഞ്ഞിട്ടാട്ടോ. നമ്മളുടെ ഈ ഒരു യൂട്യൂബ് ജേണി തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തുടക്കക്കാരെന്ന് പറയുന്നത് നമ്മുടെ പോത്തപ്പന്മാർ തന്നെയായിരുന്നു. ഇവർ പോയാലും നമ്മളൊരു ഒരു പോത്തിനെയും കൂടെ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഒരു മൊറ പോത്തിനെ വാങ്ങിക്കണം വിചാരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ കുഞ്ഞും അമ്മും മാത്രമായിട്ട് നമ്മൾ ചുരുങ്ങാൻ പോവുകയാണ് കേട്ടോ. അതിൻ്റെ നല്ല സങ്കടത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്.